ശരി, ഓക്കെ. ശ്രീ പ്രീതിരാജ്, ഇവിടെ സജീവ് സാറ് സൂചിപ്പിച്ചതുപോലെ എന്താണ് ആഭ്യന്തരമന്ത്രിക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പോലും സമയം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയുന്നില്ല എന്നായിരുന്നല്ലോ ഇത്രയും നാൾ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കേൾക്കാമായിരുന്നില്ലേ? എന്തിനാണ് അത് മുടക്കിയത്? ലോക്സഭയിലും രാജ്യസഭയിലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും അവർക്ക് പ്രതികരിക്കാൻ സമയം കൊടുക്കേണ്ടത് പ്രതിപക്ഷമല്ലല്ലോ. ഇതിനൊക്കെ ഒരു ചിട്ടവട്ടങ്ങളില്ലേ? ലോക്സഭ നിയമനിർമ്മാണ സഭകളിൽ ആർക്കൊക്കെ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ വ്യക്തമാക്കുന്ന കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും അതിൻ്റെ ചട്ടങ്ങളും ഒക്കെ നിലവിലുണ്ട്. അതിനനുസൃതമായിട്ടാണ് അവിടെയുള്ള പ്രകടനങ്ങൾ നിർണ്ണയിക്കപ്പെടേണ്ടത്. അതറിയാത്ത വ്യക്തിയല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ. അത് അറിയാത്തവരല്ല ഈ രാജ്യത്തെ ദൂരദർശനടക്കമുള്ള മാധ്യമങ്ങൾ. അപ്പോൾ പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ വർത്തമാനം മുടക്കി എന്ന് പറയുന്നത് എത്ര ബാലിശമായിട്ടുള്ളൊരു വാദമാണ്. പ്രതിപക്ഷത്തിന് അങ്ങനെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ വന്ന് സംസാരിക്കുന്നത് തടയാൻ വേണ്ടി സാധിക്കുമോ? ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹം വരണ്ട എന്ന് പറഞ്ഞാൽ വരാതിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രി? ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ പറഞ്ഞു ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി സഭയിലേക്ക് വരണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ മുഖ്യമന്ത്രി വരാതിരിക്കുമോ? നിയമസഭ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർലമെൻറ്റ്, ലോക്സഭ എന്ന് പറയുന്നത്, രാജ്യസഭ എന്ന് പറയുന്നത്, അതൊക്കെ കൃത്യമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഭകളാണ്, നിയമനിർമ്മാണ സഭകളാണ്. അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കി അവിടെ നടക്കുന്ന ചർച്ചകളിൽ ആദ്യാവസാനം പങ്കെടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹം എന്തോ ഒരു ഔദാര്യം പോലെ ഇന്ന് വൈകുന്നേരം വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ട് പറയുന്നു, ഞാൻ വേണമെങ്കിൽ ഈ നിമിഷം മുതൽ നാളെ സഭ അവസാനിക്കുന്നത് വരെ ചർച്ചയിൽ പങ്കെടുക്കാം. ഇതെന്താ ഔദാര്യത്തിൻ്റെ കാര്യമാണോ? ഇത് ജനാധിപത്യമല്ലേ ഇവിടെ നടക്കുന്നത്? എന്താണ് നിയമനിർമ്മാണ സഭ എന്ന് ഭരണഘടനയിൽ വിവക്ഷിച്ചിട്ടില്ലേ? അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയല്ലേ ആഭ്യന്തര വകുപ്പ് മന്ത്രി? അദ്ദേഹം ഇങ്ങനെയാണ് ഒരു പ്രസ്താവന നടത്തേണ്ടത്. ജൂലൈ 20 മുതൽ അവിടെ പാർലമെൻറ്റ് നടക്കുകയാണ്. ജൂലൈ 20 മുതൽ പല ഘട്ടങ്ങളിലും അദ്ദേഹം ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ, പാർലമെൻറ്റ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ സഭയിലേക്ക് വരുന്നില്ല. സഭയിൽ നിന്നും അദ്ദേഹം ഒളിച്ചോടുന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ നടത്തുന്നത്? അദ്ദേഹം മലയാളികളോടെടുത്ത, കേരളത്തോടെടുത്ത സമീപനം നോക്കൂ. കേരളത്തിൻ്റെ പേര് മാറ്റുന്ന, കേരളം എന്ന പേരിലേക്ക് വരുന്ന ഒരു ബിൽ അവതരിപ്പിച്ചല്ലോ. അത് അവതരിപ്പിക്കേണ്ടതാരാ? അദ്ദേഹമല്ലേ അവതരിപ്പിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നൊരു വിഷയമല്ലേ അത്. മലയാളികളോട്, കേരളത്തോട് ഇത്രയും ഒരു വിദ്വേഷം, ഇത്രയും ഒരു വില കൊടുക്കായ്മ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങനെയുള്ളൊരു സമീപനം എടുക്കാൻ വേണ്ടി പാടുണ്ടോ? അങ്ങനെയാണോ അദ്ദേഹം ചെയ്യേണ്ടത്? പിന്നെ അടുത്ത പ്രശ്നം എന്താണ്? അയോധ്യ വിഷയം. അയോധ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ അവിടെ നടന്നിട്ടുള്ള കുംഭകോണം, RSSൻ്റെയും VHPയുടെയും നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കുംഭകോണം, ആ കുംഭകോണത്തെക്കുറിച്ച് മറുപടി പറയാനുള്ള ബാധ്യത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കില്ലേ? അദ്ദേഹം ഈ സമയം വരെ തുറന്നിട്ടില്ലല്ലോ. അദ്ദേഹം ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ഈ ചർച്ച ബാധകമല്ലേ? അദ്ദേഹം വരേണ്ട ആളല്ലേ? ഇതിനൊക്കെ മറുപടി എവിടെ നിന്നാണ് ലഭിക്കുക? എവിടെയാണ് പ്രതീക്ഷ? ജനങ്ങൾ എവിടെയാണ് പ്രതീക്ഷ വെക്കേണ്ടത്? ഈ ഭരണകൂടത്തിൽ, ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണത്തിൽ ജനങ്ങൾക്ക്, ഈ രാജ്യത്തെ ഒരു പൗരനും ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഒരു പ്രതീക്ഷയ്ക്കും അവകാശമില്ലാത്ത രീതിയിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇവരുടെ രീതികൾ, ഇവരുടെ സംസാരങ്ങൾ മാറിമറിയുന്നു എന്നുള്ളതാണ്. ഇവർ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ ഇത്തരം ഇവരുടെ ഈ വർത്തമാനങ്ങളെ ഉയർത്തിക്കാണിക്കുകയും ഇതാണ് ശരി, ഇവർ പറയുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും രീതികളുമാണ് ശരി എന്ന ഒരു പൊതുബോധം നിർമ്മിക്കാൻ ആവശ്യമായ രീതിയിൽ മാധ്യമങ്ങൾ അപ്പോൾ പ്രക്ഷേപണം ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ നാവടക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ നീതിയാണ്? എന്ത് മാധ്യമ പ്രവർത്തനമാണ്? പ്രതിപക്ഷത്തിന് നാവടക്കാൻ വേണ്ടി പറ്റും? അദ്ദേഹം പാർലമെൻറ്റിൽ വന്നോ? പാർലമെൻറ്റ് വന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ബഹളമുണ്ടായോ? ബഹളം കൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായോ? പാർലമെൻറ്റിൽ എന്തെങ്കിലും പ്രതിഷേധം നടന്നോ? ഇതല്ലേ നോക്കേണ്ടത്. അപ്പോഴല്ലേ അതിന് ഒരു തടസ്സമുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാവുക. അല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന്, മാധ്യമങ്ങളുടെ മൈക്കിന് മുന്നിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുന്നവർ ആര് തടസ്സപ്പെടുത്തി? ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ വേണമെങ്കിലും പാർലമെൻറ്റിലേക്ക് വരാം. ഈ നിമിഷം വരെ അദ്ദേഹം പാർലമെൻറ്റിൽ വന്നിട്ടില്ല. ഇന്നത്തെ പാർലമെൻറ്റ് സമാപിച്ചു എന്നാണ് തോന്നുന്നത്. നാളെ അദ്ദേഹം വരത്തുമില്ല. കാരണം വെച്ചാൽ ഇത് ഇവരുടെ അജണ്ടയാണ്. കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അവർ നടപ്പിലാക്കുകയാണ്. ഈ കുട്ടികളെ എത്രമാത്രം അടിച്ചാലും, എത്രമാത്രം മർദ്ദിച്ചാലും, ഈ പെല്ലറ്റ് ഗണ്ണല്ല, എന്ത് ഗൺ പ്രയോഗിച്ചു കഴിഞ്ഞാലും ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഈ രാജ്യത്തെ ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾക്കുള്ള മൃഗീയമായ ഭൂരിപക്ഷം കൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ഞങ്ങൾ കശക്കി എറിയും എന്നുള്ള വെല്ലുവിളിയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും പാർലമെന്റിൽ നടത്തുന്നത്, രാജ്യത്തെ ജനങ്ങളോട് നടത്തുന്നത്.